ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ ആഹാരമായ തട്ടുദോശയാണ്. ഇതിലെ പ്രധാന ഐറ്റമായ രസവടയും പപ്പടവും എനിക്ക് കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. നമുക്കിന്ന് രാവിലെ ദോശയുടെ കഴിക്കാൻ പറ്റിയ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലും അതിനുവേണ്ടി കുറച്ച് കുഞ്ഞുള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 അല്ല, ഞാനൊരു 2.5 ഇടുന്നുണ്ട്, എരിവുണ്ടാവില്ല. ഒരു 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം, ഓവർ ഒഴിക്കേണ്ട, കുറച്ച് മതി. ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടെടുക്കാം. നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ അരയാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ. കണ്ടോ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആവാനേ പാടുള്ളൂ, അധികം അങ്ങോട്ട് അരയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഉള്ളിയെല്ലാം ഒന്ന് കടിക്കാൻ കിട്ടണം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടെ നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി തികച്ച ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു പരുവം മതി കേട്ടോ, ഓവർ വെള്ളമായി പോകരുത്, എന്നാൽ ഓവർ കട്ടിയായി പോകരുത്. ഇതേപോലെ ഒരു പരുവം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പരുവം മതി. ഇനി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണേ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടാം, കുറച്ച് കറിവേപ്പില ചൂടോടുകൂടി നമ്മുടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വേണ്ടോ, ഇതൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. തേങ്ങാ ചട്നിക്ക് കുറച്ച് തേങ്ങ, കുറച്ച് ഇഞ്ചി, ഒരു 2 3 കുഞ്ഞുള്ളി മുറിച്ചെടുത്തത് ഇത് ജാറിലേക്ക് ഇടുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി, 4 കറിവേപ്പില, ഇത് അരയുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത് നല്ല മഷി കണക്ക് അരച്ചെടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പാത്രം കഴുകി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പത വരുന്നവരെ ഒന്ന് ഇരിക്കട്ടെ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് പത പൊന്തി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നമ്മുടെ ചട്നി റെഡിയായി. ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ തട്ടുകടയിൽ ഇത്രയും കട്ടിക്ക് നമുക്ക് ചമ്മന്തി കിട്ടില്ല, നല്ല ലൂസായിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ വീട്ടിലാക്കുമ്പോൾ കുറച്ച് കട്ടിക്കാക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ. നാടൻ തട്ട് ദോശ ഞങ്ങളുടെ നാട്ടിൽ. അധികം വലിക്കത്തില്ല, ഇതേപോലെ കുറച്ച് ചെറിയ കട്ടിയുള്ള ദോശ ഉണ്ടാക്കലേ. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കൽ. ഇത് മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ദോശ ഇടാം. ചെറിയ കറി കുറച്ചേ ഒന്ന് കറക്കാവൂ, ഓവർ കറക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഓംലേറ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അധികം മൊരിയാത്ത ഓംലേറ്റ്. കുറച്ച് കുരുമുളക്, കുറച്ച് എണ്ണ. ഏറ്റവും വലിയൊരു ജോലി ഇത് ഇളകാതെ കിട്ടുക എന്നുള്ളത്. കണ്ട, എൻ്റെ ഇളകി പോവും. നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇളകാതെ എടുക്കുക. ഇത് അധികം മുറിയാൻ പാടില്ല, മതി. തീ അങ്ങ് ഓഫ് ചെയ്യുക.